വിവരമില്ലാത്തവര് പറയുന്നത് കേൾക്കരുത്. ഞാൻ ഈ അടുത്തൊരു പ്രസംഗം കേട്ടു, ക്ലിപ്പിലാണ് കേട്ടത്. അതിലൊരു ചങ്ങാതി പറയാണ്, സുബ്ഹാനല്ലാഹ്, വ്യാജ തരീഖത്ത് പോയിട്ട് നമ്മളെ സംഘടനകൾ അതേ നടപടി സ്വീകരിച്ചൊരു മനുഷ്യനാണ്. അയാൾ പ്രസംഗിക്കുകയാണ്. എന്താ പ്രസംഗിക്കുന്നതെന്നറിയോ? ഒരു സ്ഥലത്തുണ്ട് ഒരു കൊടിമരം. ആ കൊടിമരത്തിന്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ സഫാ മർവന്റെ ഇടയിൽ സൈ ചെയ്ത മാതിരിയാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ അയാൾ പ്രസംഗിക്കുകയാണ്, അവിടെ പോയിട്ട് പോന്നാൽ ഹജ്ജ് ചെയ്ത മാതിരിയാ. ഏത് തോന്നിവാസവും പ്രസംഗിക്കുന്ന കുറെ വ്യാജന്മാരുണ്ട് ഇവിടെ. അതൊന്നും സുന്നത്ത് ജമാഅത്തല്ല, സുന്നത്ത് ജമാഅത്തിനെതിരായ ആശയങ്ങളാണ്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം കുറച്ച് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇവിടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുരുവട്ടൂർ നൗഷാദിന് എതിരെയാണ്. കുരുവട്ടൂർ നൗഷാദിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അയാളൊരു കാര്യം പറഞ്ഞിരുന്നു. അത് നൗഷാദിൻ്റെ മാത്രം ഒരു അഭിപ്രായമോ കാര്യങ്ങളോ അല്ല. അത് നൗഷാദ് അല്ലാണ്ട് തന്നെ മറ്റൊരു പ്രാസംഗികനായ റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന ആളും മുത്തേടത്തുകാരനും ആ ഒരു വിഷയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് വിഷയം? തൃപ്പനച്ചിയിലുള്ള കൊടിമരത്തിൻ്റെ ഇടയിൽ നടന്നാൽ അത് സഹീനെ പോലെയാണ്, അതിൻ്റെ പണിക്ക് കൂടിയാൽ ഹജ്ജീത പോലെയാണ്, വല്ലാത്ത ജാതി. ആ തള്ള ആദ്യം ഒന്ന് കേൾക്കാം. എന്നിട്ട് ഇതിന് നൗഷാദ് പറയുന്ന വിശദീകരണമാണ് നമുക്കിനി കേൾക്കുവാനുള്ളത്. അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നൗഷാദ് ആദ്യത്തെ തള്ളി. ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും. ഏ പണിക്ക്? നമ്മളെ കീശേരിയിലെ തൃപ്പനച്ചി എന്ന ഈ സ്ഥലത്ത് ഉസ്താദ് അവറുകളുടെ നിർദ്ദേശത്തിൽ നിർമ്മിക്കുന്ന കൊടിമരത്തിന്റെ പണിയിൽ പങ്കെടുത്ത ആൾക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി. ഈ രണ്ട് കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. നിങ്ങൾ കേട്ടോളൂ, ഞാൻ വെറുതെ വായിക്കല്ലോ. ഉസ്താദ് പറഞ്ഞു, കൂലി നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇതൊക്കെ ജിന്നുകളെ കൊണ്ട് ചെയ്യിക്കാൻ എനിക്കറിയാഞ്ഞിട്ടല്ല. ഇതൊക്കെ വേണമെങ്കിൽ ജിന്നുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒരു കൂലി കിട്ടിക്കോട്ടെ. എന്താണ് ഈ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ ഈ തൃപ്പനച്ചയിലെ കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്നതിന്റെ കൂലിയുണ്ട് എന്ന് വലിയുല്ലാഹി തൃപ്പനച്ചി ഉസ്താദ് പറയുകയാണ്. എന്തേ അംഗീകരിക്കാൻ ഒരു പ്രയാസം? ഒരു പ്രയാസം ഞമ്മക്കില്ല, നിങ്ങളോടല്ലോ ചോദിക്കുന്നു. ഹജ്ജ് ചെയ്ത കൂലി എന്നല്ലേ പറഞ്ഞു? എത്ര ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ അവിടെ പോയി എത്ര ദിവസം ഇവിടെ ഒരു പണിയിൽ പങ്കെടുത്താലല്ലേ കൂലി പറയുന്നത്? ഒരു സൂചി വീണാൽ ഞാൻ അറിയും. കേട്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം അത് നൗഷാദിൻ്റെ അഭിപ്രായമാണോ അല്ല എന്നുള്ളതാണ് നൗഷാദ് പറയുന്നത്. ആ കാര്യങ്ങളാണ് നമുക്കിന്നൊന്ന് നോക്കാനുള്ളത്. നൗഷാദ് പറയട്ടെ. തൃപ്പനച്ചി ഉസ്താദ് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനല്ലേ? അല്ലേന്ന് ആരോട് ചോദിക്കണ്ട? അള്ളഹാനോട് ചോദിച്ചു നോക്കിയും. അള്ളാഹ്ക്കല്ലേ അറിയാം അള്ളാൻ്റെ ഔലിയാണോ അള്ളാൻ്റെ ഔലിയല്ലേ എന്നുള്ളതൊക്കെ, ഇനി ശൈത്താൻ്റെ ഔലിയാണോ എന്നുള്ളതൊക്കെ അത് അള്ളാഹ്ക്ക് അറിയാം. ആരുടെ ഔലിയാണെങ്കിലും അതറിയുന്നവൻ അള്ളാഹുവാണ്. പറ. അവരെ കുറിച്ച് രേഖപ്പെടുത്തിയ സംഭവമല്ലേ നമ്മൾ പറഞ്ഞു? അതാണ് ഇതിൻ്റെ പോയിന്റ്. നൗഷാദ് ഇപ്പം നേരത്തെ പറഞ്ഞത് തൃപ്പനച്ചി ഉസ്താദിൻ്റെ കൊടിമരത്തിൻ്റെ പണിക്ക് കൂടിയാൽ ഹജ്ജ് ചെയ്ത കൂലിയുണ്ട്, കൊടിമരത്തിൻ്റെ അടിയിൽ നടന്നാൽ സഹീൻ്റെ കൂലിയുണ്ട്, കൊടിമരത്തിൻ്റെ 4 പുറം നടന്നാൽ തവാഫിൻ്റെ കൂലിയുണ്ട്. പിന്നെ ഇപ്പോൾ അർഫ സംഗമം എവിടെയാവേ, അതുപോലെ മിനായിൽ രാപ്പാർക്കൽ അതിന് പിന്നെ എന്താ ചെയ്യാവേ. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഷെയ്ത്താനെ കല്ലെറിയ അല്ലേ, ജംറയിലെ കല്ലേറ്. അതിലിപ്പോൾ ആരെയാണ് കല്ലെറിയുക? ആ ശൈത്താൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടിച്ചെങ്കിൽ പിടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ശൈത്താൻ്റെ മണ്ടക്ക് ഇങ്ങനെ എറിയണം ചെയ്യുക. എന്താ നൗഷാദ് എന്തൊക്കെയാണ് പറയണത്? എന്തോട്ടെ, എന്തായാലും നൗഷാദിൻ്റെ അഭിപ്രായം പറഞ്ഞതല്ല എന്നാണ് നൗഷാദ് പറയണത്. എവിടെയാണ് എഴുതി വെച്ചത് അതാണ് ഇന്നിവിടെ വിശദീകരിക്കുന്നത്. നൗഷാദ് പറയട്ടെ. എവിടെന്നെങ്കിലും അസ്ലും ഫസലില്ലാത്ത വിളിച്ചു പറഞ്ഞതാ? അസലും ഫസലും ഇല്ലാത്തത് വിളിച്ചു പറഞ്ഞാൽ അല്ല നൗഷാദ് എന്നാണ് പറയുന്നത്. അസലില്ലാത്തവന് ഫസൽ മാത്രമല്ല ഉസലും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. നൗഷാദ് പറയൂ. കണ്ടില്ലേ, ഔലിയാഇൽ രാജകളി തൃപ്പനച്ചി ഉസ്താദ് എന്ന ഈ പുസ്തകം, ഇതിന്റെ 187ാമത്തെ പേജ്. 180. ഇയാള് പിന്നെ തിരുത്തൂല്ലല്ലോ, മറ്റേയാള് പിന്നെ തിരുത്തെങ്കിലും ചെയ്തു, ഇയാളാവും തിരുത്തൂല. 187ാമത്തെ പേജിൽ കണ്ടില്ലേ, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ കൊടിമരത്തിൽ 2ാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറഞ്ഞു, ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഈ അങ്ങനെയൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പേ, എത്രയോ പ്രവാചകന്മാർക്ക് മുമ്പേ ഇവിടെ ജനിച്ച് ജീവിച്ച് റിസാലത്ത്
ആ റിസാലത്ത് ഇവിടെ വിഗ്രഹാരാധനയ്ക്കെതിരെ പ്രയോഗവൽക്കരിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രബോധന കാലയളവ് കഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് യാത്രയാവുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ എത്ര പറഞ്ഞിരിക്കുന്നത് ഈ കൊടിമരം പണിയെടുക്കാൻ. ആരുടെ കൊടിമരമാണ്? മൊയ്തീൻ ഷേഖിൻ്റെ കൊടിമരം. ആരോടാ പറഞ്ഞിരിക്കുന്നത്? തൃപ്പഞ്ചി ഉസ്താദിനോട്. കോർലേ പറഞ്ഞു ഉഷാദെ. ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും. ഹജ്ജ് ചെയ്ത കൂലി അല്ലാട്ടില്ലേ, അതിനേക്കാട്ടിലും കൂലിയാണ്. ഹജ്ജ് ചെയ്ത കൂലി തന്നെ കൊടുക്കുന്നവൻ അല്ലല്ലേ പൊന്നാരൻ നൗഷാദെ. ഹജ്ജ് ചെയ്താൽ പ്രത്യേകം കൂലിയാണോ കിട്ടുക, അതോ കഴിവത്തിട്ടും ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും ആ മനുഷ്യൻ ഹജ്ജ് ചെയ്യാതിരിക്കുന്നതിനുള്ള ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുക? നിങ്ങൾ ഇബാദാത്തുകൾ ഇതുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അമൽ സ്വാലിഹാത്ത് മറച്ചു വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഇബാദത്തുകൾ റിസാലത്തിൽ ഇബാദാത്തുകളുമായിട്ട് നടക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്, ഇവിടെ വിശദീകരിക്കുന്നില്ല. നൗഷാദ് പറയട്ടെ. ഇത് രേഖപ്പെടുത്തിയതാ, അതാണിട്ടില്ലേ കാര്യം. അപ്പം നൗഷാദ് പറഞ്ഞ എന്താണ്, നിങ്ങളെ പൊളിക്കാൻ തന്നെയാണ് ഞാൻ അത് പറഞ്ഞുകൊണ്ട് പാടിയും കൊണ്ട് കിടക്കുന്നത് എന്നുള്ളതാണ്. ഇതാ രേഖപ്പെടുത്തിക്കണോ, ഇത് നിങ്ങൾ ആദ്യം കീറി കളഞ്ഞിട്ട് വരും, ഇത് നുണയാണെന്ന് പറഞ്ഞിട്ട് വരും, എന്നിട്ട് എന്നെ തിരുത്തി എന്നാണ് പറഞ്ഞത്. അപ്പം നൗഷാദിൻ്റെ ലക്ഷ്യം എന്താണ്? സമസ്തകളെ പൊളിക്കുക എന്നുള്ളതാണ്. അത് ഒരു സംസ്ഥ മാത്രമല്ല, മൂപ്പരെ പുറത്താക്കിയ സംസ്ഥ മാത്രമല്ല, മൂപ്പരെ എടുക്കാത്ത സംസ്ഥയും പൊളിക്കാൻ ഉദ്ദേശമുണ്ട്. ഇതിൽ കാണാം, കേൾക്കാം. കണ്ടില്ലേ, സഫാ മർവ 2 കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മർവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. ആരൊക്കെ അപ്പൊ നിങ്ങൾ വ്യാജനാക്കിയത്? ആ വ്യാജനാക്കിയ പട്ടിക ഞാൻ പറഞ്ഞതാ. ഇത് ആധികാരിക പുസ്തകല്ലേ, ഇതിനാദ്യം എഴുതിയത് ആശംസ. ഈ പുസ്തകത്തിലുള്ളത് മുഴുവനും വായിച്ചു കേട്ടു കൃത്യമായി ശരിയാന്ന് ഉറപ്പിച്ച് ആശംസ എഴുതി കൊടുത്തത് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയ തങ്ങൾ. നന്നായി. അപ്പൊ പിന്നെ സത്യമാണെന്നുള്ളത് നിങ്ങളൊക്കെ വിശ്വസിച്ചു. ആരാണ് ഈ മുത്തുക്കോയ തങ്ങള്? എന്താണ് മൂപ്പർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൂപ്പർ എന്തായിരുന്നു ജിദ്ദയിൽ പണിയെടുത്തിരുന്നത്? മൂപ്പരുടെ യഥാർത്ഥ പണി എന്താണ്? ഇതൊന്നും വിശദീകരിക്കണില്ല. എന്തായാലും മൂപ്പരാണ് അതിന് ആദ്യം എഴുതിക്കണിച്ചെങ്കിൽ അപ്പം തന്നെ ആ ബുക്ക് എടുത്ത് കത്തിച്ച് കളയുക എന്നുള്ളതാണ്. പറയും കറക്റ്റ് വ്യാജ ത്വരീഖത്തിന്റെ ലിസ്റ്റിലേക്ക് ഇട്ടേക്ക്. നിങ്ങൾ നടപടി സ്വീകരിച്ചല്ലേ എന്ന് പിന്നെ പറഞ്ഞാൽ. പിന്നാരാ? പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ. ആലിക്കുട്ടി മുസ്ലിയാരാണ് പിന്നെ അതിന് സംഭവം എഴുതിയിട്ടുള്ളത്. വിശ്വസിച്ചു. എന്നിട്ട് ബഹുമാനപ്പെട്ട വലിയുള്ളാഹി തൃപ്പനച്ചി ഉസ്താദിനെ കുറിച്ച് സമഗ്രവും പഠനാർഹവുമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ട ഈ ഗ്രന്ഥം അവ സമഗ്രമാണ്, പഠനാർഹമാണ്. പിന്നാരാ? സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ, കോഴിക്കോട് വലിയ ഖാദി. ഷിയായിസത്തിന്റെ എല്ലാ ചാതുര്യത്തോടെയും പ്രവർത്തിക്കുന്ന മഹാൻ അല്ലേ? കോഴിക്കോട് വലിയ ഖാദി. ഒക്കെ വ്യാജ ത്വരീഖത്തിന്റെ ലിസ്റ്റ് അല്ലേ? ഒരു സംശയമല്ല. MT അബ്ദുള്ള മുസ്ലിയാർ. മറ്റൊരാള് ആരാന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ആരാന്നങ്ങോട്ട് കയറ്റി ഒരു പെൺകുട്ടി ഒന്ന് സ്റ്റേജിൽ കയറിയപ്പോഴത്തിന് ഒച്ചയും ബഹളം ഉണ്ടാക്കിയ ആള്. അത് മാത്രമല്ല, മൂപ്പരെ വേറെയും 1-2 കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ സമയമല്ല. സെക്രട്ടറി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഒരു ബന്ധമല്ല. അത് നമ്മൾ തീരുമാനാക്കി തരാം. ഒരു ബന്ധമല്ല. അങ്ങോട്ട് പറയുന്നേ. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഹമീദ് അലി ശിഹാബ്. ഇത്രന്ന ഇതിലെ ആരും എഴുതലുമില്ല, അത്രയും ആശംസ. അതിന്റെ പുറമെ അത്തിപ്പറ്റ ഉസ്താദ് പ്രത്യേകമായിട്ട് ഈ ബുക്ക് വായിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. അത്തിപ്പറ്റ ഉസ്താദിന് ഇത് ആരെങ്കിലും ഒന്ന് വായിച്ചു കൊടുത്തിരുന്നോ? ആ ഒരു കാര്യം അതൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അത്തിപ്പറ്റ ഉസ്താദിന്റെ സമ്മതമല്ലാണ്ട് എഴുതിക്കാണോന്നും അറിയില്ല കേട്ടോ. പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ, വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ്, പിന്നെ MLA-മാരും പിന്നെ നമ്മൾ വായിക്കേണ്ടില്ല. ഞാൻ പറയുന്നത് ഇത് രേഖപ്പെടുത്തപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എവിടുന്നോ വിളിച്ചു പറഞ്ഞതാ. മതിയായി. MLA-മാരാരാവേ അല്ലേ? ഇതിനൊക്കെ അവതാരികയും ആമുഖവും മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ നടക്കുന്ന MLA-മാർ ഒന്ന് അറിയണം എന്നുണ്ട്. അപ്പോൾ ആ ബുക്കൊന്ന് നോക്കിയിട്ട് ആ MLA-മാർ ആരൊക്കെയെന്ന് അറിയാം ഇൻഷാ അല്ലാഹ്. ഏതായാലും അറിഞ്ഞോല് ആരെങ്കിലും ഉണ്ട് ഇതിലൊന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ പറയപ്പെടുന്ന ഇസ്ലാമിൻ്റെ 5 സ്തൂപങ്ങളായ ഇസ്ലാം കാര്യങ്ങൾ, അതിൽ 5ാമത്തെ ഒരു ഫർള് കർമ്മമായ കഴിവുള്ളവൻ ഹജ്ജ് ചെയ്യുക എന്നുള്ള നിർബന്ധ കർമ്മം. അത് കഴിവുള്ളവന് നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ
ഇത് കഴിവെത്തിയിട്ടും അവന് ആരോഗ്യവും സമ്പത്തും ഉണ്ടായിട്ടും അത് ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് പാത്രമാകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്യേണ്ട കർമ്മം അതിനേക്കാട്ടിലും കൂലി കൊടുക്കും എന്നാണ് പറയുന്നത്. എന്തിന് ഈ കേരളത്തിൽ ഈ കുണ്ടോട്ടിയിൽ ഈ ഒരു തവട്ടത്തുള്ള ഒരു ഏതോ ഒരു മക്കാമിൻ്റെ മുമ്പിലുള്ള ഒരു 2 കൊടിമരം, ആ കൊടിമരത്തിൻ്റെ പണിക്ക് പോയി കഴിഞ്ഞാൽ ഹജ്ജ് ചെയ്തതിനേക്കാട്ടിലും കൂലിയുണ്ട്. അവിടെ തന്നെ ആ വാറോല എടുത്തിട്ട് കീറിക്കളയണ്ടേ. ഇതാണ് ഇവരുടെയൊക്കെ വിശ്വാസ പ്രമാണങ്ങൾ. എന്നാൽ നൗഷാദി ചെയ്തുകൊണ്ടിരിക്കുന്നത് 2 സമസ്തനെയും തള്ളി മറിക്കാൻ വേണ്ടിയിട്ട്, അതായത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കുറ്റപ്പെടുത്തിയത് നൗഷാദിനെ മാത്രമാണ്. അപ്പോൾ പേരോടിനോട് നൗഷാദ് എന്താ പറയുന്നത്? പേരോടാ, നിങ്ങൾ എന്നെ മാത്രം ഇങ്ങനെ കുറ്റം പറയേണ്ട, EK വിഭാഗം സമസ്തയുടെ പ്രഗത്ഭരായ ആളുകൾ അവരാണ് ഇതൊക്കെ സത്യമാണെന്ന് സത്യപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ കുറച്ച് MLA ഉണ്ടെന്ന് പറഞ്ഞാൽ MLA നമ്മൾ കൂട്ടണ്ടെന്നാണ് പറഞ്ഞത്. MLA ഓലിക്ക് വോട്ടാണ് വലുത്, അത് നമ്മൾ നോക്കണ്ട. എന്നാൽ അതിന് ആമുഖം എഴുതിയ, അതിന് അവതാരിക എഴുതിയ, അത് വായിച്ച് ഒക്കെ സത്യമാണ് എന്നുള്ളത് സാക്ഷ്യപ്പെടുത്തി ഒപ്പ് കൊത്ത് വര ഇട്ട ആളുകൾ ഓലൊക്കെ ഈ വിഭാഗത്തിൻ്റെ വലിയ ഷർഫാക്കപ്പെട്ട ആളുകളാണ്. നിങ്ങൾ ഈ ആളുകളെയും തള്ളുന്നുവോ എന്നാണ്. നമ്മൾ നിങ്ങളെ 2 കൂട്ടരെയും തള്ളിയിട്ടുണ്ട്. കാര്യം എന്താ? നിങ്ങളടുത്ത് സത്യമല്ല, നിങ്ങളെടുത്ത് സത്യമില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ പറഞ്ഞ് പഠിപ്പിക്കേണ്ട പല കാര്യങ്ങളും പഠിപ്പിക്കാതെ, പറഞ്ഞ് പഠിപ്പിക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ട് നീതി എന്ന് പറയുന്ന ഒരു കാര്യവും നിങ്ങളുടെ ആ ഒരു ജീവിത യാത്രയിൽ എവിടെയും പുറത്ത് കാണിക്കാതെ നിങ്ങളുടെ ഈ ദുനിയാവിന് വേണ്ടി മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നമുക്ക് വിശ്വാസമല്ല, അതൊക്കെ എന്നോ പണ്ടോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കുവാൻ ധാരാളമുണ്ട്. കുരുവട്ടൂരി നൗഷാദ് ഇതൊക്കെ തുറന്നു കാണിച്ചു എന്ന് എഴുതിയിട്ട് മൂപ്പര് വലിയ സത്യസന്ധനും സാരസമ്പൂർണനും ആണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. അത് കുരുവട്ടൂര്, അത് വേറെ തള്ളി, തീജാനെ തള്ളിയ പോലെ കുരുവട്ടൂരിനെയും തള്ളി ഈ സമസ്ത മതക്കാരെയും നിങ്ങൾ തള്ളുക എന്നുള്ളതാണ് നിങ്ങളുടെ ആഹ്റം. അത് രക്ഷപ്പെടുവാൻ നല്ലത് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.